വെരിക്കോസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ സാധാരണ കോമൺലി മനസ്സിലാക്കിയത്? അത് നമ്മൾ കോമൺലി പാരമ്പര്യ നേച്ചർ പ്രധാനമാണ്. നമ്മുടെ പേരൻസിനുണ്ടെങ്കിൽ ഒരു 60-70% നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. വേരിക്കോസ് 2 തരമുണ്ട്. എക്സ്റ്റേണൽ വേരിക്കോസും ഇന്റേണൽ വേരിക്കോസും. എക്സ്റ്റേണൽ നമുക്ക് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഞരമ്പൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. പക്ഷെ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഞരമ്പും പുറമെ കാണാൻ പറ്റില്ല. പക്ഷെ അത് കോംപ്ലിക്കേഷൻ. നിൽക്കുമ്പോൾ കാല് ഭയങ്കര വേദനയായിരിക്കും, കാല നീര് വെക്കും, ചിലപ്പം കാല ചൊറിച്ചിലുണ്ടാകും, മസിൽ കയറ്റം ഉണ്ടാവും. ഇതൊക്കെ വേരിക്കോസിന്റെ ഇന്റേണൽ വേരിക്കോസിന്റെ ചെറിയൊരു മുറിവുണ്ടാകുമ്പോൾ ഇവരറിയില്ല. അറിയാതെ ഇരിക്കുമ്പം അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. ഇൻഫെക്ഷൻ ആയി കഴിയുമ്പം എല്ലിലൊക്കെ ബോൺ ഇൻഫെക്ഷൻ ആയാൽ നമുക്ക് ബോൺ റിമൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുവരെ പേഷ്യന്റ് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ആ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. വേരിക്കോസ് ഉള്ള പേഷ്യൻസിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പക്ഷെ ഡയബറ്റിക് പേഷ്യൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ആർട്ടറി കൂടെ ഉള്ള ബ്ലഡിന്റെ ബ്ലോക്ക് കാരണം വരുന്ന കോംപ്ലിക്കേഷനാണ്. പക്ഷെ വേരിക്കോസ് എന്ന് പറയുമ്പം ബ്ലഡ് താഴോട്ടൊക്കെ ചെല്ലുന്നുണ്ട്, ഇത് തിരിച്ചു കയറി പോവില്ല. വെയിന്റെ കംപ്ലൈന്റാണ്. ഡയബറ്റിക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി തന്നെയാണ്. കാരണം വൺസ് ഇതിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ പലതരമാണ്. ചില പേഷ്യൻസ് ചിലപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് വന്ന ഒരു ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ചിലപ്പം അത് ലൈഫ് സ്റ്റൈൽ കറക്ഷനും കുറേ കാലം കൊണ്ട് അതങ്ങ് മാറി വരാം. എന്നോർത്ത് എല്ലാ ഡയബറ്റിക്കും ഒന്നും കംപ്ലീറ്റ് മാറണമെന്ന് ഇന്ന് ഒരു ദിവസം കൊണ്ട് ആരുടെയും കാലം മുറിക്കണില്ല, കാലം മുറിവാകുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ ശരീരം പല ലക്ഷണങ്ങളും കാണിക്കും. അതിനുള്ള ലക്ഷണങ്ങളാണ് കാലിലുണ്ടാകുന്ന മരപ്പ്, തരിപ്പ്, സൂചി കുത്തുന്ന പോലത്തെ വേദന, കാലിലെ രോമങ്ങൾ പൊഴിയുക, കാലിന് കറുപ്പ് നിറം വരിക, കാലിൽ മസിൽ കയറ്റം ഉണ്ടാകുക. ഇതൊക്കെ അതിന് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. സർക്കുലേഷൻ കറക്റ്റായിട്ട് നിന്നാൽ ഉറപ്പായിട്ടും ന്യൂറോപ്പതിയിലേക്ക് പോവില്ല, മൂണ്ടിലേക്ക് പോവില്ല. മൂണ്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കരിയും. ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡയ ഹീൽസ് ഫൗണ്ടർ ഡോക്ടർ സ്വീറ്റി ജോബിൻ. ഹായ് സ്വീറ്റി, നമസ്കാരം. നമസ്കാരം. സ്വീറ്റി, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്വീറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപികയാണ് സ്വീറ്റി. ആ അധ്യാപനം വേണ്ട എന്ന് വെച്ചിട്ട് ടീച്ചിങ് പ്രൊഫഷൻ മാറ്റി ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് വേണ്ട, അതായത് കാലുകൾ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഒരുപാട് പേഷ്യൻസിന് വേണ്ട ഒരു റിസൾട്ടുമായിട്ട് അവർക്കൊരു ഹീലിംഗ് കൊടുക്കാനുള്ള ഒരു നല്ലൊരു എന്താ പറയുക, ജീവിതത്തിലേക്ക് നല്ലൊരു ലക്ഷ്യബോധത്തോടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ നയിക്കുന്ന ഒരു സംഭവമായിട്ടൊരു ക്ലിനിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ടീച്ചർ ഇന്നിപ്പോൾ ഒരു ഡോക്ടറായിട്ട് അവിടെ നിൽക്കുന്നു. ഈ ഒരു ചേഞ്ച്, അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്വീറ്റി. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്കൊരു ഹെർബൽ ഫോർമുലേഷൻ ആയുർവേദ പേറ്റന്റ് മെഡിസിൻ ഉണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കി മുറിവ് കരിയുന്നതിനും, അതായത് ഡയബറ്റിക് പേഷ്യൻസിന് കാല് മുറിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തപ്പം കുറേ പേഷ്യൻസിൽ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അവർ തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരിൽ എത്തുന്നില്ല? ഇത് മറ്റുള്ളവരിൽ എത്തിയാൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് പ്രയോജനമാവും. അതുപോലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ആവശ്യപ്രകാരം, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ധാരാളം പേര് വരും. അപ്പോൾ അതിനേക്കാൾ ആവശ്യം ഇങ്ങനെ ഒരു സോഷ്യലി യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോജക്റ്റിലേക്ക് പോകാൻ വേറെ എനിക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ തിരിച്ച് ഈ ക്ലിനിക്ക് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. ഓക്കെ, പ്രിവെൻഷൻ എന്നുള്ള ലക്ഷ്യത്തോടെ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇന്നിപ്പോ ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറായി മാറിയിരിക്കുന്നു. ഇതിൽ ഏത് പ്രോസസ്സാണ് ഇപ്പോ ഡോക്ടർ എൻജോയ് ചെയ്യണത്? ഞാൻ ആദ്യകാലത്ത് ടീച്ചിങ് പ്രൊഫഷനെ വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു, ഒരു സുഖപ്പെട്ട ഒരു പേഷ്യന്റ്, അവരുടെ സന്തോഷം, അവരുടെ കുടുംബത്തിന്റെ സന്തോഷം, അതൊക്കെ കാണുമ്പം ഈ ഒരു ഫീൽഡ് തന്നെയായിരുന്നു ദൈവം എനിക്ക് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഈ ഫീൽഡ് ഈ മേഖല എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ സന്തോഷമാണ്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ട, അതായത് റിസർച്ച് ഒക്കെ ചെയ്തതാണല്ലോ സ്വീറ്റ്. അപ്പം ഒരുപാട് കുട്ടികളെ, ഒരുപാട് ഡോക്ടേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാൾ ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊരു ആശ്രയമായിട്ട്, അവരുടെ പ്രോബ്ലത്തിനൊരു
സൊല്യൂഷനായിട്ട് ഇന്നിപ്പം ഡയാ ഹീൽസ് പാല ഏറ്റുമാനൂർ റോഡിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു യെസ് അല്ലേ? ആ ഈ ഡയാ ഹീൽസിനോട് ചോദിക്കട്ടെ, നമ്മൾ ഇന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും ഒരുപാട് നമ്മൾ ബേക്കറിയും കുഴിമന്തിയും കാണുന്ന പോലെയാണ് ഇന്നിപ്പോൾ ക്ലിനിക്കുകളും നമ്മൾ കാണുന്നത്. അത് തന്നെയും ഓരോ ഡെർമറ്റോളജിക്ക് വേണ്ടിയിട്ട് ഒന്ന്, ഹെയറിന് വേണ്ടിയിട്ട് വേറൊന്ന്, വെൽനെസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും നമുക്ക് കാണാൻ സാധിക്കും. ഉം. അതേപോലെ തന്നെ ഒരു സാധാ ക്ലിനിക്കാണോ ഡയാ ഹീൽസ് എന്ന് പറയുന്നത്? നമ്മുടെ ക്ലിനിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിവെൻഷനാണ്. നമ്മൾ ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഇപ്പം എല്ലാത്തിലും പ്രിവെൻഷൻ ഉണ്ട്. ക്യാൻസറിന് പ്രിവെൻഷൻ ഉണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. പക്ഷെ കാല് മുറിക്കാതിരിക്കാൻ, ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷന് വേണ്ടിയുള്ള പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കാല ഒരു മുറിവുണ്ടായി മുറിക്കപ്പെടുന്ന അവസ്ഥ വരെ പോകാതെ അതിനു മുമ്പേ ലക്ഷണങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ സർക്കുലേഷനൊക്കെ കറക്റ്റാക്കി നിർത്തിയാൽ ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കും. ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് മാറ്റാൻ, ഡയബറ്റിക് റൂട്ട് കരിക്കാൻ, അതുപോലെ വേരിക്കോസ് അൾസർ, അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുകയും അങ്ങനെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ക്ലിനിക്കായിട്ട് ഡയാ ഹീൽസ് ഓക്കെ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ ഈ ഡയാ ഹിൽസ് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന അതിൻ്റെ കൂടെ പറയുന്നത് ഡയാ ഹിൽസ് ഒരു സ്റ്റാർട്ടപ്പ് എന്നാണ്. യൂഷ്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്ന ഒരു കമ്പനിക്കാണ് സ്റ്റാർട്ടപ്പ് എന്ന് നമ്മൾ പറയുക. യെസ്. പക്ഷേ എങ്ങനെയാണ് ഈ ഡയാ ഹീൽസിനെ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ അതിനെ പറയുന്നത്? ഡയാ ഹീൽസ് ഒരു ഹെൽത്ത് സ്റ്റാർട്ടപ്പാണ്. ഓക്കെ. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പൊതുവെ അതിനൊരു കോമൺ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം സ്റ്റാർട്ടപ്പ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടർ ഞാനെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു കൂടെ നിന്ന് റിസർച്ച് ഒക്കെ ചെയ്ത ഒരു കോ ഫൗണ്ടറാണ് ഞാൻ. ഓക്കെ. അപ്പോൾ അത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡിന്റെ ഫാദറിന്റെ കാലിൽ ഒരു മുറിവ് വന്നപ്പം അതിന് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ ഇല്ല എന്ന് അന്ന് മനസ്സിലാക്കി. അപ്പം അന്ന് തൊട്ട് ഈ ഒരു കോമൺ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ തേടിയുള്ള യാത്രയിൽ കണ്ടുപിടിച്ച ഒരു ഹെർബൽ ഫോർമുലേഷൻ. പക്ഷേ ആ ഹെർബൽ ഫോർമുലേഷനെ ഒരു മെഡിസിനായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറേ റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ ചെയ്ത് നമ്മളൊരു മെഡിസിനാക്കി ഡെവലപ്പ്, അതാണ് നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയ. നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അതിന് കോമൺ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ, അത് ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കണം. ആ ഇന്നോവേറ്റീവ് ഐഡിയയാണ് നമ്മുടെ മെഡിസിൻ, ആ ഹെർബൽ ഫോർമുലേഷൻ. അതുപോലെ തന്നെ അത് സോഷ്യലി യൂസ്ഫുൾ ആകുന്ന ഒരു ഐഡിയ ആയിരിക്കണം. അതെ, ഡയബറ്റിക് പേഷ്യൻസിൽ കാല് മുറിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു മുറിക്കാതിരിക്കാനുള്ളത്, അതുപോലെ തന്നെ മുറിവ് കരിയുന്നതിനുള്ള സോഷ്യലി യൂസ്ഫുൾ ആയിട്ടൊരു പ്രോജക്റ്റാണ്. അതുപോലെ അഫോർഡബിൾ ആണ്, ഫാസ്റ്റ് ആണ്, സേഫ് ആണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ലേഡി സ്റ്റാർട്ടപ്പ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് തന്നെയാണോ നിങ്ങൾ സെല്ല് ചെയ്യണത്? അപ്പോൾ ആയുർവേദം എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷെ അത് നമ്മൾ 10 വർഷം നമ്മൾ മെഡിസിൻ പേഷ്യൻസിന് കൊടുത്തപ്പോൾ നമ്മൾ മനസ്സിലായി ഇതിനെ ആൾക്കാർക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമല്ല, കുറെ അലോപ്പതിയുടെ ആവശ്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റീവ് ക്ലിനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പം മുറിവായിട്ട് വരുന്ന ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്ത് ആന്റിബയോട്ടിക് കൊടുക്കും. അതുപോലെ ഇൻഫെക്ഷൻ കുറക്കാൻ വാക്കം ഡ്രസ്സിങ്, പഴുപ്പൊക്കെ വലിച്ചു കളയാനുള്ള വാക്കം ഡ്രസ്സിങ് ചെയ്യും. അതുപോലെ ആയുർവേദത്തിന്റെ രീതിയിൽ സർക്കുലേഷൻ കറക്റ്റ് ആക്കാനുള്ള മെഡിസിനാണ് നമ്മുടെ മെഡിസിൻ നമ്മളെ മെയിനായിട്ട് കൊടുക്കുന്നത്, നമ്മുടെ ആയുർവേദ പേറ്റന്റഡ് മെഡിസിന്. അതുപോലെ ചെറിയ മസാജ് പറയുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് ഡയറ്റ്. ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആകില്ല. അപ്പോൾ നാച്ചുറോപ്പതി ഒക്കെ അനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ നമ്മൾ ആ ഒപ്പം പറയുന്നുണ്ട്. അപ്പൊ ഡയാ ഹിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറോപ്പതിയും അലോപ്പതിയും ആയുർവേദവും എല്ലാം കൂടിയാണ്. കൂടി ഒരു ഇന്റഗ്രേറ്റീവ് ക്ലിനിക്കാണ്. ഓക്കെ. എന്നിട്ട് അത് കസ്റ്റമൈസ് ചെയ്യാണ് ഓരോ ഓരോ പേഷ്യന്റിന്റെ പേഷ്യൻസിന്റെ രീതി അനുസരിച്ച് നമ്മൾ അവർക്ക് എന്താ വേണ്ടത്. ഇനി ഡയറ്റ് കൺട്രോൾ വേണ്ട ആളാണ്, വേരിക്കോസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഡയറ്റ് നോക്കണം. അപ്പോൾ ഡയറ്റ് കൺട്രോൾ വേണ്ടവർക്കാണ് അതനുസരിച്ചുള്ള ഡയറ്റ് പറഞ്ഞു കൊടുക്കും. ഡയബറ്റിക് ഉള്ളവർക്ക് അതനുസരിച്ചുള്ള ഡയറ്റ് പറയും. പിന്നെ എങ്ങനെ എക്സസൈസ് ചെയ്യണം, അതുപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൂടെ സർക്കുലേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആയുർവേദം നമ്മുടെ മെഡിസിൻ തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊന്ന്, ഈ ഡയാ ഹീൽസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മുറിവ് ഉണക്കുക അല്ലെങ്കിൽ മുറിവിനെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റുക. അതേപോലെ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാല് മുറിക്കാൻ വരട്ടെ, അതിന് തൊട്ട് മുമ്പേ നിങ്ങൾ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡയാ ഹീൽസ് ഒന്ന് അപ്രോച്ച് ചെയ്യൂ എന്ന് നിങ്ങൾ ധൈര്യത്തോടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ കാല് മുറിക്കാനുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ്. അത് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രം വരുന്നൊരു ഡയബറ്റിക് പേഷ്യൻസിൽ നേരത്തെ വരും. നമുക്കെല്ലാം ഏജ് ആകുന്നതനുസരിച്ച് നമുക്ക് സർക്കുലേഷൻ കാലിലേക്ക് കുറയും. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിൽ അത് നേരത്തെ വരും. നേരത്തെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് കാല് സർക്കുലേഷൻ, നമുക്കറിയാം ഡയബറ്റിക് ഉള്ള പേഷ്യൻറ്റിൽ ഷുഗർ എന്ന് പറയുന്നൊരു സ്റ്റിക്കിയാണ്. ഇപ്പം ഷുഗർ കൂടി നടക്കുന്ന അവസരത്തിൽ ബ്ലഡിൽ ഷുഗറിന്റെ അംശം കാണും. അപ്പോൾ ഇത് ചെറിയ രക്തക്കുഴലുകളുടെ അരികിലെല്ലാം പോയി അടയും, സ്റ്റിക്കി ആയിട്ട് ഇരിക്കും. അപ്പം അങ്ങനെ ചെറിയ ക്യാപ്പിലറികളിൽ ബ്ലോക്ക് ഉണ്ടാവും.
അങ്ങനെ ഓക്കെ. ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പൊ ആദ്യമേ സർക്കുലേഷൻ കുറയുന്ന കാലുകളിലേക്കാ. ഓ. അപ്പം അതുകൊണ്ടാണ് ഡയബറ്റിക് ന്യൂറോപ്പതി തുടങ്ങുന്നത് കാലുകളിലാണ്. അപ്പം സർക്കുലേഷൻ ആദ്യമേ കുറയുന്നത് കാലുകളുടെ വിരലുകളിൽ പാദങ്ങളിൽ തുടങ്ങി മരപ്പായി, തരിപ്പായി, കറുപ്പ് നിറവായി, മസിൽ കയറ്റമായി, അങ്ങനെയാണ് ഇത് മുകളിലേക്കാണ് വരുന്നത്. എൻ്റെ കാര്യം കാലിലെ ചെറിയ ക്യാപ്പിലറികളിൽ ബ്ലോക്ക് ഉണ്ടാവുകയാണ്. അപ്പം ഓക്കെ. കുറേ അത് അങ്ങനെ ബ്ലോക്കായി സർക്കുലേഷൻ കുറഞ്ഞ് ന്യൂറോപ്പതിയിലേക്ക് പോകും. ഓ, അപ്പം ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഏർലി സ്റ്റേജിൽ നമ്മൾ കാണുന്നത് അവരുടെ അപ്പൊ ഫുഡ് കെയർ ആണ് ഇവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം അതാ പറഞ്ഞ ഇന്ന് ഒരു ദിവസം കൊണ്ട് ആരുടെയും കാല് മുറിക്കുന്നില്ല, ഇല്ല. കാല് മുറിവാകുന്നില്ല. ആ. അതിനു മുമ്പ് നമ്മുടെ ശരീരം പല ലക്ഷണങ്ങളും കാണിക്കും. ഉം. അതിനുള്ള ലക്ഷണങ്ങളാണ് കാലിലുണ്ടാകുന്ന മരപ്പ്, തരിപ്പ്, സൂചി കുത്തുന്ന പോലത്തെ വേദന, കാലിലെ രോമങ്ങൾ പൊഴിയുക, കാലിന് കറുപ്പ് നിറം വരിക, കാല് മസിൽ കയറ്റം ഉണ്ടാകുക. ഇതൊക്കെ അതിന്റെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാ. ഈ അവസ്ഥയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് സർക്കുലേഷൻ കറക്റ്റ് ആക്കി നിർത്തിയാൽ അടുത്ത ലെവലിലേക്ക് പോവില്ല. അത് ആൾക്കാർ ഓക്കെ. ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ ഒരു മുറിവാകുമ്പോ ആണ് ഇത് ചിലർ ശ്രദ്ധിക്കുന്നത്. ഡയബറ്റിക് ആന്ന് പോലും ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സർക്കുലേഷൻ ആയി വരണമല്ലോ. ഓ, ഓക്കെ. അപ്പൊ ഈ തുടക്ക ലക്ഷണങ്ങൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ. ആ. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നത് മരുന്നാണോ അതോ എന്തെങ്കിലും ഫിസിയോതെറാപ്പി ആണോ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട്? സർക്കുലേഷൻ കറക്റ്റ് ആകാൻ നമ്മൾ ആയുർവേദ പേറ്റന്റഡ് മെഡിസിൻ ആണ് നൽകുന്നത്. ആ. അതുകൂടാതെ നമ്മൾ ചെറിയ മസാജ് എങ്ങനെയാ ചെയ്യേണ്ടത്, എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ആക്കാനുള്ള കാര്യങ്ങൾ, ഫുഡ് പ്ലാൻ, ആ. ഡയറ്റ് പ്ലാന്, ആ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷുഗറിനെ കൺട്രോൾ ആക്കുന്നതനുസരിച്ച് ന്യൂറോപ്പതിയിലേക്ക് പോകുന്നതിന്റെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഉം. സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നിന്നാൽ ഉറപ്പായിട്ടും ന്യൂറോപ്പതിയിലേക്ക് പോവില്ല, വൂണ്ടിലേക്ക് പോവില്ല. വൂണ്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കരിയും. ഓക്കെ. അപ്പൊ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ കുറേ പറഞ്ഞല്ലോ. ആ. ഏതൊരു പേഷ്യന്റിന്റെ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പം ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും കാണിച്ചിട്ടുണ്ടാവും. ഇത് ഉണ്ടാവും. പഴയ കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്നത്. ആ. പക്ഷെ ഇന്ന് ഇത് 3-4 വർഷം ആകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ച് കൊണ്ട് ഇന്ന് 3-4 വർഷം ആകുമ്പോൾ തന്നെ ഈ മരപ്പും തരിപ്പും ഒക്കെ തുടങ്ങും. അപ്പൊ ആദ്യമേ നമ്മൾ ഓർക്കും മരപ്പും തരിപ്പും, അത് ആരും കാര്യമാക്കില്ല. ഉം. പിന്നെ കാലിന് നല്ല കറുപ്പ് നിറമാവും, തൊട്ടാൽ അറിയലെന്നാവും. അതെ. ചിലർ ചെരുപ്പ് ചെരുപ്പൂരി പോയാൽ അറിയില്ല. പോയാൽ പോലും അറിയില്ല. ചെരുപ്പൂരി കാലിൽ പോയാൽ ചെരുപ്പുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റില്ല. ആ ഒരു അവസ്ഥ ചെറിയൊരു മുറിവുണ്ടാകുമ്പോൾ ഇവരറിയില്ല. ആ. അറിയാതെ ഇരിക്കുമ്പം അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. ഓക്കെ. ഇൻഫെക്ഷൻ ആയി കഴിയുമ്പം എല്ലിലൊക്കെ ബോൺ ഇൻഫെക്ഷൻ ആയാൽ നമുക്ക് ബോൺ റിമൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ അതുവരെ പേഷ്യന്റ് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ആ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. നേരത്തെ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പ്രിവെൻഷനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. ഓക്കെ. നേരത്തെ ശ്രദ്ധിച്ച ഈ അവസ്ഥത്തിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ പോവാതിരിക്കാൻ ശ്രമിക്കാം ആ. അല്ലേ? അപ്പൊ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരു ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ മാത്രം വരുന്ന ലക്ഷണങ്ങളാണോ? അതല്ല ഒരു സാധാരണ ഒരു വ്യക്തിക്കും ഇത്തരം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വരുമോ? സാധാരണ പറഞ്ഞാൽ വേരിക്കോസ് ഉള്ള പേഷ്യൻസിൽ, ഇന്ന് വരും. ഡയബറ്റിക് പോലെ തന്നെ കോമൺ ആണ് അതെ. വേരിക്കോസ് ഉള്ള പേഷ്യൻസിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പക്ഷെ ഡയബറ്റിക് പേഷ്യൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ആർട്ടറി കൂടെയുള്ള ബ്ലഡിന്റെ ബ്ലോക്ക് കാരണം വരുന്ന കോംപ്ലിക്കേഷനാണ്. പക്ഷെ വേരിക്കോസ് എന്ന് പറയുമ്പം ബ്ലഡ് താഴോട്ടൊക്കെ ചെല്ലുന്നുണ്ട്, ഇത് ഉം. തിരിച്ചു കയറി പോവില്ല. വെയിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പം ബ്ലഡ് അവിടെ ഓക്കെ. അശുദ്ധ രക്തം കെട്ടിക്കിടന്നിട്ട് കാല ചൊറിച്ചിലുണ്ടാകുന്നു, നീരുണ്ടാകുന്നു, കറുപ്പ് നിറം വരുന്നു. അതും അൾസറിലേക്ക് തന്നെയാണ് പോകുന്നത്, വേരിക്കോസ് അൾസറിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഓക്കെ. ചിലരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഇല്ലല്ലോ, എനിക്ക് കാല ഞരമ്പ് തടിച്ചാലോ കറുപ്പ് നിറം വന്നാലോ ചൊറിച്ചിൽ വന്നാലോ സാരമില്ല, ഷുഗർ ഇല്ലല്ലോ എന്നുള്ളൊരു ഉം. കോൺഫിഡൻസ് മുമ്പോട്ട് പോകും. ഉം. പക്ഷെ അവരും ഷുഗർ ഇല്ലെന്നോർത്ത് പേടിക്കാതിരിക്കരുത്. അത് വേരിക്കോസിന്റെ ലക്ഷണം. വേരിക്കോസ് അൾസർ ഡയബറ്റിക്കിനെ വെച്ച് നോക്കുമ്പം പെയിൻഫുൾ ആണ്. ഡയബറ്റിക്കാർക്ക് അധികം വേദനയില്ല, ഉം. സെൻസേഷൻ ഒക്കെ കുറഞ്ഞു. പക്ഷെ വേരിക്കോസുകാർക്ക് ഭയങ്കര വേദനയാണ്, മുറിവുണ്ടായ കരിയാൻ ഭയങ്കര പാടാണ്. പാടാണ്. അപ്പം അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലോ? രണ്ടും കൂടി ഉണ്ട്, കൂടുതൽ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഡയബറ്റിക് ഉള്ള പേഷ്യൻസിനോട് എപ്പോഴും പറയുന്നത് പ്രോട്ടീൻ കഴിച്ചോളാനാണ്. പക്ഷെ ആ. വേരിക്കോസുകാർക്ക് ശരിക്കും പ്രോട്ടീൻ കഴിക്കുന്നത് അത്ര നല്ലതല്ല. പാടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പേഷ്യൻസിനോട് പറയും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും പറയും, അത് നോക്കി ഡയറ്റൂടെ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഇവരുടെ ഇൻഫ്ലമേഷനും നീരും ഒന്നും കുറയില്ല, മുറിവിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് രണ്ടും കൂടെ നോക്കി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും മരുന്നും എക്സസൈസും ഒക്കെ കൂടെ പോവുകയാണെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകാതെ നമുക്ക് ശരിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. പലരും തനിക്ക് ഡയബറ്റിക് ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് കാലിൽ എന്തെങ്കിലും മുറിവുകൾ വന്നാൽ അല്ലെങ്കിൽ ദേഹത്തൊക്കെ മുറിവുകൾ വന്നാൽ ചിലർക്ക് പെട്ടെന്ന് ഹീലാവില്ല. അതിങ്ങനെ പഴുത്തു പഴുത്തു കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പൊതുവേ അറിയാം ഷുഗർ ഉള്ള പേഷ്യൻസ് അല്ലെ ഡയബറ്റിക് പേഷ്യൻസിന് മുറിവ് ഹീലാവാൻ ടൈം എടുക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം മുറിവുകൾ ഉണങ്ങാതെ വരുമ്പോഴാണ് പലരും പോയിട്ട് മനസ്സിലാക്കുന്നത് തനിക്ക് ഡയബറ്റിക് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. അതേപോലെ ഈ വെരിക്കോസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ സാധാരണ കോമൺലി മനസ്സിലാക്കിയെടുക്കുക? നമ്മൾ കോമൺലി
പാരമ്പര്യ നേച്ചർ പ്രധാനമാണ്. നമ്മുടെ പേരൻസിനുണ്ടെങ്കിൽ ഒരു 60-70% നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഉം. അതുപോലെ കുറേ നേരം നിൽക്കുമ്പോൾ കാല് കഴപ്പുണ്ടാകുക, കാല നീരുണ്ടാകുക. ഇപ്പൊ വേരിക്കോസ് 2 തരമുണ്ട്. ഉം. എക്സ്റ്റേണൽ വേരിക്കോസും ഇന്റേണൽ വേരിക്കോസും. എക്സ്റ്റേണൽ നമുക്ക് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉം. ഈ ഞരമ്പ് തടിച്ച ഞരമ്പൊക്കെ നടന്ന് നമുക്ക് നിക്കും. കാണുമ്പോൾ അറിയാം. ആ. പക്ഷെ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഞരമ്പും പുറമെ കാണാൻ പറ്റില്ല. പക്ഷെ അത് കോംപ്ലിക്കേഷൻ. നിൽക്കുമ്പോൾ കാല് ഭയങ്കര വേദനയായിരിക്കും, കാല നീര് വെക്കും, ചിലപ്പം കാല ചൊറിച്ചിലുണ്ടാകും, ഉം. മസിൽ കയറ്റം ഉണ്ടാവും. ഉം. ഇതൊക്കെ ഇന്റേണൽ വേരിക്കോസിന്റെ ലക്ഷ്യമാണ്. അപ്പം ഈ വേരിക്കോസിന്റെ വേദനകൾ എപ്പോഴും നമുക്ക് വൈകിട്ടാണ് കൂടുതലുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ പകൽ അങ്ങ് നിന്ന് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കാലിന് ഭയങ്കര വേദന, മസിലിന് വേദന. ആ. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണം കാണുമ്പോൾ നമ്മളൊന്ന് വേരിക്കോസിന്റെ ആണോ എന്നൊക്കെ മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് എടുത്താൽ. അപ്പം മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഒബീസിറ്റി. ഉം. വണ്ണം കൂടുന്നതനുസരിച്ച് വേരിക്കോസിന്റെ പ്രോബ്ലം കൂടും. കൂടും. അപ്പം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുവാണെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഉം. പോകാൻ സാധിക്കും. പിന്നെ എക്സസൈസ് ചെയ്യുക. അതായത് കാഫ് മസിൽസിനെ ബലപ്പെടുത്തുന്ന എക്സസൈസ്, ആംഗിൾ റൈസ് പോലെയുള്ള എക്സസൈസ് ചെയ്യുന്നതനുസരിച്ച് ബ്ലഡ് തന്നെ മുകളിലേക്ക് കയറി പോകും. അതനുസരിച്ച് അസ്വസ്ഥത കുറയും. പിന്നെ നമ്മൾ മുകളിലേക്കുള്ളൊരു മസാജ് പറയാറുണ്ട്. ഉം. അപ്പോൾ ഈ മസാജ് ചെയ്യുമ്പോൾ സർക്കുലേഷന് മുകളിലേക്ക് ബ്ലഡ് കയറി പോകുമ്പോൾ അസ്വസ്ഥതകൾ കുറയും. ഈ ചൊറിച്ചിലൊക്കെ വന്ന് കാല കറുപ്പ് വന്നു കഴിയുമ്പം അൾസർ ആകുന്നിടം വരെ നോക്കി നിൽക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അൾസറിലേക്ക് പോവില്ല. അൾസർ ആയാൽ കരിയാൻ കുറച്ചുകൂടെയൊക്കെ സമയം പാടാണ്. എടുക്കും. സമയമെടുക്കും. ഡയറ്റ് പ്രധാനമായിട്ടും നമ്മൾ നോക്കണം. ഓക്കെ. അപ്പം ഇത് ഓരോ കേസ് ടു കേസ് വ്യത്യാസം വരാം. ഡയബറ്റിക് തനിയുള്ള ആൾക്കാർക്ക് ഒരു ആ രീതിയിൽ, വെരിക്കോസ് ആകുമ്പത്തേക്ക് ഇപ്പൊ പറഞ്ഞ പോലത്തെ ഇതെല്ലാം, ഇത് വ്യത്യാസം രണ്ടും കൂടെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധയും ശ്രദ്ധിക്കണം. വേണം. ആ ഓക്കെ. അപ്പൊ ഇത് വൺസ് അവർക്ക് മുറിവുകൾ വന്നിട്ടാണ് അവർ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുകയെന്ന് ആ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മുറിവിനെ മാറ്റാൻ ഇപ്പൊ ഡോക്ടർ ആ കുറച്ച് മുന്നേ പറഞ്ഞു ആ കുറച്ച് ഡിഫിക്കൽട്ട് ആ ആണ് അത് ഇത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാ ശരിക്കും നിങ്ങൾക്ക് അതിനകത്തൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റുമോ, അതോ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്? ഒരിക്കലും ഇല്ല. നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും. വേരിക്കോസിന് പറഞ്ഞാൽ വേരിക്കോസ് അൾസറുകൾ ഭയങ്കര വേദനയാണ്. അപ്പം നമുക്ക് വരുന്ന പേഷ്യൻസ് പൊതുവെ ആദ്യമേ എല്ലാവരും പോയി ലേസർ, സ്ക്ലീറോ ഇതെല്ലാം അങ്ങ് ചെയ്യും. ഉം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന മുറിവ് കരിയാൻ കുറേയും കൂടെ സമയമെടുക്കും. ഒന്നും ചെയ്യാതെ വരുന്ന പേഷ്യൻസ് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് മുറിവ് ഉണ്ടായിട്ട് അധികം നാളായില്ലേ പെട്ടെന്ന് റിസൾട്ടാണ്. 7-8 വർഷമായി വേരിക്കോസ് അൾസർ കരിയണേൽ അതിൻ്റെതായ ഒരു സമയമെടുക്കും. എങ്കിലും നമുക്ക് 1 മാസം കൊണ്ട് അവർക്ക് വ്യക്തമായ ഒരു ചേഞ്ച് ഉണ്ടാവും. അതായത് ഈ ടിഷ്യൂ കാല് നല്ല സ്റ്റിഫായിരിക്കും, ഉം. നീര് വെച്ച് കറുപ്പ് നിറമായിരിക്കും. അപ്പോൾ ആ സ്റ്റിഫ്നെസ് ഒക്കെ കുറഞ്ഞ് അപ്പം അതിൻ്റെ ആ ഇന്റേണൽ ആയിട്ടുള്ള സർക്കുലേഷൻ വരുന്നതനുസരിച്ച് ഇന്റേണലുള്ള ഇൻഫ്ലമേഷനും ആ സ്റ്റിഫ്നെസ്സും ഒക്കെ കുറഞ്ഞ് മുറിവിൽ കൂടെ ഊസൗട്ട് ചിലപ്പം കൂടുതലായിട്ട് വരും. ആ ഊസൗട്ടൊക്കെ പോയി ടിഷ്യൂസൊക്കെ നല്ല റെഡ് കളറായി അങ്ങനെ വന്ന് വന്ന് മാത്രം അത് കരിഞ്ഞു വരും. അതൊരു സ്റ്റേജ് ആയിട്ട് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തെ വ്യത്യാസം നമുക്ക് ആ മുറിവിൽ തന്നെ കാണാൻ ആണോ? പറ്റും. നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഡയാഹിൽസ് സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ എത്തിയോ, ഉം. ബാക്കി ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഇനി നിങ്ങൾ ആ ഒരു സർജറി പ്രോസസ്സിലേക്ക് പോവാണോ, ജസ്റ്റ് വെയിറ്റ്, ഒന്ന് ഡയാഹിൽസിലേക്ക് എത്തും ഉം. എന്ന് നിങ്ങൾ ധൈര്യത്തോടെ പറയുന്നുണ്ട്. സോ അത്രയും വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരു പേഷ്യൻറ്റിനെ ഡയാഹിൽസ് എങ്ങനെയായിരിക്കും അവിടെ? ഇപ്പം നമുക്ക് ചില പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ അവരുടെ വിരലെല്ലാം ഇൻഫെക്റ്റഡ് ആയി ബോണെല്ലാം ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളിടത്ത് ബോൺ ഇൻഫെക്ഷനായ ആ ബോണിൻ്റെ അത് റിമൂവ് ചെയ്ത് കളയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റില്ല. പക്ഷേ സർക്കുലേഷൻ ഇല്ലാതെ ഇത് റിമൂവ് ചെയ്താൽ പിന്നെയും പിന്നെ ഇത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പൊതുവേ ബ്ലഡ് സർക്കുലേഷനുള്ള മെഡിസിൻ കൊടുത്തിട്ട് സർക്കുലേഷൻ ഒന്ന് ആയി കഴിയുമ്പോൾ ബോൺ അങ്ങ് ഇൻഫെക്റ്റഡ് ആയ പോർഷൻസ് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ അവിടെ കൊണ്ട് പെട്ടെന്ന് ഹീലാവും. ഓക്കെ. അപ്പോൾ സർക്കുലേഷൻ ആവാതെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതലാണ്. അപ്പം നമുക്ക് മുട്ടിൻ്റെ താഴെ മുറിക്കാൻ പറഞ്ഞ ഒരു കാല് നമുക്ക് വിരലുകൾ മാത്രം മുറിച്ചുകൊണ്ട് നമുക്ക് ആ പാദം സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. സർക്കുലേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്ന ഒരു ഡിഫറൻസ്. ആ ഒരു പ്രോസസ്സിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം എത്ര നാളെ പേഷ്യന്റ് മരുന്ന് കഴിക്കേണ്ടി വരും? നമുക്ക് പൊതുവെ പേഷ്യൻസ് മുറിവിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും. ഓക്കെ. ചില വലിയ മുറിവൊക്കെ ആണെങ്കിൽ 4 മാസം 5 മാസമൊക്കെ എടുക്കും. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വ്യത്യാസം വരും. ആണോ? പെട്ടെന്ന് വ്യത്യാസമാണ്. നമുക്ക് ആ കാലിൻ്റെ കറുപ്പ് നിറം അത് മാത്രം മുറിവിൻ്റെ വ്യത്യാസം മാത്രമല്ല, അവരുടെ ഷുഗർ ലെവൽ കുറഞ്ഞു വരും, കാലിൻ്റെ കറുപ്പ് നിറം കുറയും, മരപ്പ് കുറയും, അവരുടെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരും. അതായത് ഈ പേഷ്യൻസിലൊക്കെ സർക്കുലേഷൻ കുറയുന്നതനുസരിച്ച് അവർക്ക് കാലിലെ ഓരോ ചെറിയ വിരലുകളിൽ ക്യാപ്പിലറി ബ്ലോക്കാന്ന് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഓക്സിജനും ന്യൂട്രീഷനും ഈവൻ ഇവർ കഴിക്കുന്ന ആന്റിബയോട്ടിക് ഒന്നും എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇൻഫെക്ഷൻ പെട്ടെന്ന് കൂടുന്നത്. അപ്പോൾ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പം ഇതെല്ലാം അവിടെ എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടും. ആ മെഡിസിന്റെ
റിസൾട്ട് പെട്ടെന്ന് ആ അങ്ങ് കിട്ടുകയാണ് അവർക്ക്. മെഡിസിന്റെ റിസൾട്ട് പെട്ടെന്ന് കൂടും. ഇപ്പം ആ. നമ്മൾ കഴിക്കുന്ന ആന്റിബയോട്ടിക് മെഡിസിൻ ആണെങ്കിലും അതവിടെ എത്തുമ്പം അതിന്റെ റിസൾട്ടും കൂടുതലായിട്ട് കിട്ടും. ഓക്കെ. ഉം. ഈ കോമൺലി നമ്മൾ കേൾക്കുന്നതാണ് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ആ, പാദ സംരക്ഷണം ഉം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്താണോ വെയർ ചെയ്യണത്, ഉം. ഫുഡ് വെയറും ഫുഡ് കെയറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയും. ഉം. അതേപോലെ ഒന്നാണ് അതിൻ്റെ കൂടെ പറയേണ്ടത് കണ്ണുകൾക്കുള്ള സംരക്ഷണവും. ഉം. ഇതിനെക്കുറിച്ച് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? നമ്മൾ പറയാറുണ്ട് കാലുകൾ മുഖം പോലെ നോക്കണമെന്ന് പറയാറുണ്ട്. അതെ. നമ്മൾ പേഷ്യൻസിനോട് ഡയബറ്റിക് പേഷ്യൻസിൽ സർക്കുലേഷൻ കുറയുന്നതനുസരിച്ച് അവരുടെ ഞരമ്പുകളുടെ ബലം പോവും, പേശികളുടെ ബലം പോവും. അപ്പം അതനുസരിച്ച് കാൽ പാദം താഴേക്ക് മുകളിലേക്ക് പൊങ്ങാത്ത അവസ്ഥ വരും. അപ്പം അവരുടെ കാലുകളുടെ ഷേപ്പ് വ്യത്യാസം വരും. അപ്പം അതനുസരിച്ച് കാലുകളിൽ പ്രഷർ പോയിന്റ് മാറ്റം വരും. ഉം. അതനുസരിച്ച് അവർക്ക് കാലിൻ്റെ താഴെ കാലസ് ഫോർമേഷൻ ഉണ്ടാവും. അതാണ് കുറേ കാലം കഴിയുമ്പോൾ അൾസറിലേക്കൊക്കെ പോകുന്നത്. ഓ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പൊതുവെ ഷൂ ഇടരുതെന്ന് പറയും. ആ. അതിന്റെ കാരണം എന്ന് പറയുന്നത് കാല നീര് വെക്കാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ്. അപ്പം കാലിന്റെ വിരലുകൾ അടുത്തിരിക്കും, നീര് വരുന്നതനുസരിച്ച് ഒത്തിരി അടുത്തിരിക്കുമ്പോൾ ഈ വിരലുകളുടെ ഇടയിൽ തൊലി പോകും. അത് ഇൻഫെക്ഷനായിട്ട് അൾസറായിട്ട് മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് പോകും. വരും. അതുകൊണ്ട് കാലുകൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ കാലുകളുടെ വിണ്ട് കീറലുകൾ ഉം. അതുണ്ടായാൽ അത് വലിയ മുറിവായിട്ട് പോകും. എന്നുവെച്ചാൽ ഇവർക്ക് സെൻസേഷൻ കുറവാണ്. ഒന്ന് ചെറിയ മുറിവുണ്ടായാലൊന്നും ഇവരറിയില്ല. അപ്പം അറിയില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് കാല് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ തന്നെ നോക്കാൻ സാധിക്കില്ലെങ്കിൽ കണ്ണാടി വെച്ചിട്ടാണെങ്കിലും കാലിന്റെ പാദത്തിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ, വേദനയില്ലല്ലോ. ഓ. വേദനയില്ലാത്തതുകൊണ്ട് ഇവർക്ക് മുറിവുണ്ടായാലും അറിയാൻ സാധിക്കില്ല. പൊതുവെ നഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സർക്കുലേഷൻ കുറഞ്ഞതാണോ അല്ലയോ എന്ന്. കറുപ്പ് നിറം കറുപ്പ് ഉണ്ടാവും നിറം അല്ലേ? വരും. അത് സർക്കുലേഷൻ കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഓക്കെ. അപ്പം ശരിക്കും ഒരു ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ഇൻസുലിൻ എടുത്ത് അത് ഐ മീൻ അത്രയും കൂടുതലാണെങ്കിൽ ഇന്നിപ്പോൾ അതാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഇൻസുലിൻ എടുക്കുക, പിന്നെ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലേക്ക് വരിക. ഇങ്ങനെ ഓരോ പ്രോസസ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ആദ്യം തന്നെ ഡയബറ്റിക് പേഷ്യൻസ് പഞ്ചസാര നിർത്തുക എന്നുള്ള രീതിയിൽ പറയില്ലേ, അതോടൊപ്പം അവർ ചെയ്യേണ്ട കെയറിങ്ങിന്റെ ഭാഗത്തിൽ ആദ്യം ഒന്ന് തന്നെയാണ് കണ്ണുകളുടെ സംരക്ഷണവും പാദങ്ങളുടെ സംരക്ഷണവും എന്ത് ചെരുപ്പുകൾ ഇടുന്നു എന്നുള്ളതിലും. അവരുടെ കാലിന്റെ ഷേപ്പ് വ്യത്യാസം വന്നാൽ അവരുടെ പ്രഷർ പോയിന്റ് വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് ഡീലോഡിങ് ആയിട്ടുള്ള ചെരുപ്പ് അവർക്ക് നമ്മൾ സ്പെഷ്യൽ ചെരുപ്പ് തന്നെ ഇടണം. അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ. അതേപോലെ ഡോക്ടർ, ചില ആൾക്കാർക്ക് ഒരു മുറിവ് വന്നു, ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നു, ട്രീറ്റ്മെന്റ് എടുത്തു, ചിലപ്പോൾ അതങ്ങ് ഹീലായി. വീണ്ടും ചിലർക്ക് വീണ്ടും മുറിവുകൾ വരാം. പ്രത്യേകിച്ചും ഇങ്ങനെ ഡയബറ്റിക് പേഷ്യൻസിന് മുറിവുകൾ വരുന്ന ടെൻഡൻസി കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മുറിവിനെ നിങ്ങൾ ഹീലാക്കി വിടുന്നു, പിന്നെയും മുറിവുകൾ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കുമോ? അതോ? അത് നമ്മൾ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നതാണ് പ്രിവെന്റ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന്. അതായത് ഒരു മുറിവ് വന്നിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആദ്യമേ ഒക്കെ ഒരു മുറിവ് വരുമ്പോൾ ഹൈഡോസ് ആന്റിബയോട്ടിക്കും ഓയിൽമെന്റും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു മുറിവ് ചിലപ്പം കരിയും. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അത് അടഞ്ഞു പോയിട്ടുണ്ടാകുന്ന അത് കംപ്ലീറ്റ് ഒരു ഹീലിംഗ് അല്ലേ, ഇന്റേണൽ ഹീലിംഗ് അവിടെ നടക്കുന്നില്ല. എന്നുവെച്ചാൽ അവിടുത്തെ റൂട്ട് കോസ് എന്ന് പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്നുള്ള അതവിടെ കറക്റ്റ് ആകുന്നില്ല. അപ്പം ആദ്യത്തെ ഹൈഡോസ് മെഡിസിൻ ഒക്കെ ആദ്യമേ ആകുമ്പോൾ നമ്മുടെ ശരീരം അത് സ്വീകരിച്ച് അത് അങ്ങോട്ട് മുറിവ് കരിയും. അതൊരു 2 മാസം ആകുമ്പോൾ അടുത്ത വിരലിലോ അടുത്ത സ്ഥലത്തോ അത് അടുത്ത പൊട്ടലായിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ വരും. അപ്പം നമുക്ക് വരുന്ന ഒരു വിരൽ പോയ ഒത്തിരി പേഷ്യൻസ് പിന്നെ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ കാര്യം അന്നേരം അത് കരിഞ്ഞു, പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ റൂട്ട് കോസ് മാറിയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ മെഡിസിൻ കഴിച്ച് കറക്റ്റായിട്ട് സർക്കുലേഷൻ വന്നാ കരിയുന്നെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വരില്ല. അതിന്റെ കാരണം നമ്മൾ ഗ്യാരണ്ടി പറയാം. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഞങ്ങൾ പറയുന്ന 3-4 വിഷനിൽ ഒന്ന് പ്രിവെന്റ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻ, പ്രിവെന്റ് ഡയബറ്റിക് ആംബ്യൂട്ടേഷൻ, പ്രിവെന്റ് സെക്കൻഡറി ആംബ്യൂട്ടേഷൻ, അതാണ് പറയുന്നത്. അതുപോലെ പ്രിവെന്റ് വേരിക്കോസ് അൾസർ. അതാണ് നമ്മൾ 4 വിഷയം പറയുന്ന ഈ 4 കാര്യങ്ങളാണ്. അതിന്റെ കാര്യം റൂട്ട് കോസ് കറക്റ്റ് ആകുമ്പോൾ ഇത് പിന്നെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതിനൊരു പീരീഡ് ഉണ്ടോ? ഇപ്പൊ റൂട്ട് കോസ് നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടെത്തി മനസ്സിലാക്കി അതിനൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 1 ഇയർ അല്ലെ 2 ഇയേഴ്സ് ഇതിന്റെ ഒരു മെഡിക്കേഷൻ ഒരു പ്രോപ്പർ ആയിട്ട് അവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇതൊന്നും ചെയ്യാതെ നിർത്താൻ പറ്റുമോ? നമ്മൾ സർക്കുലേഷൻ മുറിവ് വരുന്ന ആള് ചിലരെന്ന് വെച്ചാൽ മുറിവൊന്ന് വന്ന് കരിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് മെഡിസിൻ നിർത്തും. നമ്മൾ 2-3 മാസം കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ആ സർക്കുലേഷൻ വന്ന് റീജനറേഷൻ നടന്ന് ശരീരത്തിൽ ഫുള്ളൊന്ന് ഹെൽത്തി ആയിട്ട് വരും. അപ്പം പിന്നെ അവർക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ തീർത്ത ഏജ് ആയി നടക്കുന്ന
ആക്ടിവിറ്റീസ് ഒക്കെ കുറയുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് സർക്കുലേഷനുള്ള മെഡിസിൻ കഴിക്കുന്നത് നല്ലതായിരിക്കും. ആ പക്ഷെ നാളെ ആക്റ്റീവ് ആയിരുന്ന 10-60 വയസ്സൊക്കെയുള്ള ആ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് അത്രയും കുഴപ്പമില്ല. നമ്മൾ പറയും നിങ്ങൾ മെഡിസിൻ നിർത്തി 4 മാസം കഴിച്ചു മെഡിസിൻ നിർത്തി, പിന്നെ നിങ്ങൾക്ക് കാലിന് എന്തെങ്കിലും കറുപ്പോ മരപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടേ അന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി മരുന്ന് കഴിക്കുകയാണെങ്കിൽ സർക്കുലേഷൻ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളൂ. ആക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് പ്രായം ചെല്ലുന്നതനുസരിച്ച് അതുപോലെ വലിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് സർക്കുലേഷൻ കുറയും, ഞരമ്പ് ചുരുങ്ങി പോകുന്ന പ്രശ്നം വരും. ഓ അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ അവരുടെ ലൈഫ് സ്റ്റൈലിൽ. അതുപോലെ ചിലർ ഷുഗർ അൺകൺട്രോൾ ആയിട്ട് നടക്കും, അവർക്കും പെട്ടെന്ന് സർക്കുലേഷൻ പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഓവർ മെഡിക്കേഷൻ. ഓ പ്രായം ചെന്ന് കഴിയുമ്പത്തേക്ക് പൊതുവെ ആൾക്കാർ പറയുന്നതാണ് ഇനി അധികം ശരീരം ഒന്നും അനങ്ങണ്ട, ഒന്ന് ഇരിക്കൂ, പതുക്കെ പതുക്കെ റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത്. ശരിക്കും അതാണോ നല്ലത്? പ്രായം ചെന്നാലും മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക, അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴാണോ അവരെ ഒരു ഹെൽത്തി ലൈഫിലേക്ക് ലീഡ് ചെയ്യുക? ഷുഗറുള്ള ആൾക്കാർ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്താണെന്ന് ചോദിച്ചാൽ നടക്കും തോറും അവിടെ വെരിക്കോസ് ഉള്ളവരോടാണെങ്കിൽ നമ്മൾ പറയും കണ്ടിന്യൂസ് ഇരുന്നാലും ചെല്ലാം, കണ്ടിന്യൂസ് നിന്നാലും ചെല്ലാം, കണ്ടിന്യൂസ് നടന്നാലും ചെല്ലാം, എല്ലാ ആക്ടിവിറ്റീസും വേണം. അതനുസരിച്ച് ഇരിക്കും തോറും നമ്മുടെ മസിൽ വീക്കായി പോവുള്ളൂ. മസിൽ സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കും തോറും നമ്മൾ ഹെൽത്തി ആയിട്ട്, നമ്മൾ പറയുന്ന ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ഹെൽത്തി ലെഗ് ഹെൽത്തി ലൈഫ് എന്നാ. അതായത് കാലം എത്രമാത്രം ആരോഗ്യമുള്ളതാണോ അത്രമാത്രം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ പറയും പാടുകളില്ലാതെയും വേദനയില്ലാതെയും ആരോഗ്യമുള്ള കാലം നമുക്കൊരു കോൺഫിഡൻസ് തരും, നമുക്ക് നടക്കുന്ന കാര്യത്തിലും നമ്മുടെ ആക്ടിവിറ്റിയുടെ കാര്യത്തിലും ഒക്കെ. അതാണ് നമ്മുടെ മോട്ടോ, ഹെൽത്തി ലെഗ് ഹെൽത്തി ലൈഫ്. ഓക്കെ. ഡയബറ്റിക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി തന്നെയാണ്. കാരണം വൺസ് ഇതിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതൊരു മിഥ്യാധാരണയാണോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഡയബറ്റിക്കിൻ്റെ മരുന്ന് കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും പിന്നെ ഒരു മരുന്നുമില്ലാണ്ട് അതിൽ നിന്നൊരു റിലീഫ് പ്രതീക്ഷിക്കാമോ? അത് നമുക്ക് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ പലതരമാണ്. ചില പേഷ്യൻസ് ചിലപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് വന്ന ഒരു ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ചിലപ്പം അത് ലൈഫ് സ്റ്റൈൽ കറക്ഷനും കുറെ കാലം കൊണ്ട് അതങ്ങ് മാറി വരാം. എന്നോർത്ത് എല്ലാ ഡയബറ്റിക്കും ഒന്നും കംപ്ലീറ്റ് മാറണമെന്ന് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ സർക്കുലേഷൻ കറക്റ്റാക്കി സാധാരണ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് പോകാം, കോംപ്ലിക്കേഷൻ ഇല്ലാത്തതെന്നേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ഡയബറ്റിക് മാറ്റാൻ നമുക്ക് ചില പേഷ്യൻസിൽ ഇൻസുലിൻ കംപ്ലീറ്റ് നിർത്തിയ പേഷ്യൻസ് ഒക്കെ ഉണ്ട് എന്നോർത്ത് എല്ലാവരും അത് കണ്ടിട്ട് ചില പേഷ്യൻസ് വരും. ഞങ്ങൾ പറയും അവരുടെ മാറിയെന്നോർത്ത് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഷുഗർ പലതരമുണ്ട്. അപ്പം വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ മെഡിസിൻ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻസുലിൻ എടുക്കുന്ന ഷുഗർ ലെവൽ പയ്യെ താന്നു വരും. ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ അളവ് മെഡിസിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തു വരും. കുറേ നാൾ ഷുഗർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, അത് നമ്മുടെ മെറ്റബോളിസത്തെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള രോഗങ്ങളും ജനറൽ ഹെൽത്ത് കുറഞ്ഞു വരും, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരും. അപ്പൊ അതൊക്കെ സർക്കുലേഷൻ കറക്റ്റായി നിൽക്കുമ്പം എല്ലാം ബെറ്റർ ആയി വരും. ഓക്കെ. ശരിക്കും ചില ആൾക്കാർക്ക് ഇൻസുലിൻ, ചില ഡോക്ടേഴ്സ് പറയും ഇൻസുലിൻ എടുത്തോളൂ, കാരണം അത്ര ഡയബറ്റിക് അവരുടെ കൂടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരുത്താൻ ഇൻസുലിൻ സഹായിക്കുമല്ലോ. പക്ഷെ ചില പേഷ്യൻസിന് ഇൻസുലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അയ്യോ ഇൻസുലിനോ, വേണ്ടേ വേണ്ട എന്നും പറഞ്ഞ് അവർ ചിലപ്പോൾ അടുത്തൊരു ഡോക്ടറിലേക്ക് സ്വിച്ച് ചെയ്ത് പോകുന്ന അങ്ങനെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇൻസുലിൻ എന്ന് കേൾക്കുമ്പോൾ ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഒരു ഇൻസുലിൻ എടുത്താൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് പേടി. ഒരു പരിധിയിൽ കൂടുതൽ ഷുഗർ ലെവൽ നിൽക്കുമ്പോൾ ഇൻസുലിൻ എടുത്തത് താക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നുവെച്ചാൽ ഷുഗർ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗനെയും അത് അഫക്ട് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനുള്ള മെഡിസിൻ കഴിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസുലിൻ എടുക്കുന്നിടത്ത് കല്ലിപ്പുള്ള ഒത്തിരി പേഷ്യൻസ് വരും. അത് അവിടെ എടുക്കുന്ന അത് അവിടെ തന്നെ കല്ലിച്ച് കിടക്കുക, അത് എല്ലായിടത്തും ഓടുന്നില്ല. അപ്പൊ നമ്മുടെ മെഡിസിൻ കഴിക്കുമ്പോഴത്തേനും ഈ ഇൻസുലിന്റെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആവും, എല്ലായിടത്തോടും ഓടി എത്താൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഷുഗർ ലെവൽ താന്നു വരും. ചില ആൾക്കാർ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഡയബറ്റിക് വരുന്ന ആൾക്കാരുണ്ടാവും. ഏർലി ഏജിൽ അവർ കുറേ വർഷങ്ങളോളം ഇതിന്റെ മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രായമെത്തി കഴിയുമ്പോഴത്തേക്ക് ഷുഗർ മരുന്നിന്റെ അളവ് പിന്നെയും കൂട്ടേണ്ടതായിട്ട് വരുന്ന കേസുകളുമുണ്ട്. അതിനെന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? ഷുഗർ വന്നു കഴിഞ്ഞ് ഓരോ വർഷം കഴിയുമ്പോൾ തോറും ഗുളിക കഴിക്കുന്നതിന്റെ അളവ് കൂട്ടിക്കൊണ്ടേ വരും. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മുറിവുള്ളവർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഇത് ക്രോണിക് ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിനും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പം ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറയും, അതനുസരിച്ച് ഈ റെസിസ്റ്റൻസ് കുറയും. അപ്പം ഷുഗർ ലെവൽ പയ്യെ താന്നു വരും.
അതുപോലെ തന്നെ പറഞ്ഞതാണ് ഈ ഇൻസുലിൻ എടുക്കുന്നിടത്ത് ഇൻസുലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറയും. ഇൻസുലിൻ എടുക്കുന്നിടത്ത് തന്നെ ഇത് കെട്ടിക്കിടക്കും, അത് കല്ലിപ്പായിട്ട് കിടക്കും. അപ്പം സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പം അത് എല്ലായിടത്തോട്ടും ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആവും. അപ്പം നമുക്ക് ഷുഗർ ലെവൽ എടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ, മെഡിസിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പൊതുവെ ഇപ്പം എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്, ആയുർവേദ മരുന്ന് അധികം കഴിക്കണ്ട കേട്ടോ, കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ അടിച്ചു പോകും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ നമ്മൾ പലരുടെയും വീഡിയോ കാണുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ റിസർച്ച് തന്നെ ചെയ്തത്. ശരിക്കും ആയുർവേദ മരുന്നുകൾ വളരെ നല്ലതാണ്. അതിനകത്ത് കുറേ കള്ളമരുന്നുകൾ വന്ന് ഈ ആയുർവേദത്തിൻ്റെ പേര് കളഞ്ഞതാണ്. ആയുർവേദ മരുന്നിന് ഈ പാരമ്പര്യമായിട്ട് പല കാലം തൊട്ടേ ആയുർവേദ മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിസിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്. ആദ്യമേ സെല്ലിൽ കൊടുത്തു, സെല്ലിൽ ഇനി ടോക്സിസിറ്റി ഉണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആനിമൽ മോഡലിൽ അതിൻ്റെ ലിവർ എങ്ങനെയാണ്, കിഡ്നി എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടോ, അത് ചെയ്തു. അതുപോലെ എലിയിൽ മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവ് കരിയുമ്പം അവിടെ എന്തൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടറാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മൂണ്ട് കരിയുന്നത്, എങ്ങനെ ആൻജിയോജെനിസിസ് നടക്കുന്നത്, അങ്ങനെയുള്ളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ, ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ, കാല് മുറിക്കണമെന്ന് പറയുന്ന പേഷ്യൻസിൽ ക്ലിനിക്കൽ ട്രയൽ ചെയ്തു. അത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ ന്യൂഡൽഹിയുടെ ഗൈഡൻസ് പ്രകാരം ക്ലിനിക്കൽ ട്രയൽ ചെയ്ത് ആണ് നമ്മൾ ഈ ആയുർവേദ പേറ്റൻറ്റഡ് ലൈസൻസ് എടുത്തത്. അങ്ങനെ ക്ലിനിക്കൽ ട്രയൽ ചെയ്ത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ജേർണൽ പബ്ലിക്കേഷനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയില്ല, ആയുർവേദ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കിഡ്നി പോകുമോ എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരവായിട്ടാണ് നമ്മൾ ഈ റിസർച്ചൊക്കെ ചെയ്തത്. അപ്പൊ എന്തായാലും അത് പേടിക്കേ വേണ്ട. നമ്മുടെ മെഡിസിൻ്റെ കാര്യത്തിൽ അത് പേടിക്കണ്ട. നമ്മൾ ഓൾറെഡി റിസർച്ച് ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് കിഡ്നി, എങ്ങനെയാണ് ലിവർ, എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് പബ്ലിക്കേഷൻ വരെ ആയതാണ്. ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. കുറെ വർഷങ്ങളോളം ആയുർവേദം മാത്രം കഴിക്കുന്ന ആൾക്കാരെ ഉണ്ട്. അപ്പൊ അവരിലാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളോളം ആയുർവേദം കഴിച്ചിട്ടാണ് നിങ്ങളുടെ ഇപ്പം ലിവർ അടിച്ചു പോയിരിക്കുന്നത്. ചില മെഡിസിനുകൾ കണ്ടിന്യൂസ് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ ആണെങ്കിലും ചില ഹെർബൽസ് കണ്ടിന്യൂസ് കഴിക്കത്തില്ല, ഒരാഴ്ച കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഹെർബ്സ് ആണ് അതിന് കുഴപ്പമില്ല. അതിനും ഓരോന്നിനും ഏതാണ് കഴിക്കുന്നത്. ഇപ്പൊ ഈ കണ്ടിന്യൂസ് ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്കൊന്നും ഒരിക്കലും അങ്ങനെയുള്ള മെഡിസിൻ ആയിരിക്കില്ല കൊടുക്കുന്നത്. അവർക്കത് ഏതാണ് കഴിക്കേണ്ടത്, കണ്ടിന്യൂസ് കഴിക്കാവുന്നതും ലിമിറ്റ് വെച്ച് കഴിക്കാവുന്നതൊക്കെ മെഡിസിൻ ഉണ്ട്. അപ്പം അതൊക്കെ അനുസരിച്ച് കഴിച്ചത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത് പോയി എവിടെയെങ്കിലും പരസ്യം കാണുന്ന കണ്ട് മേടിച്ച് കഴിക്കുന്നവരിലൊക്കെയാണ് ഈ കൂടുതലും പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങളുടെ മരുന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണെന്ന് പറയണു. യൂഷ്വലി നമ്മളിപ്പോൾ കേൾക്കുന്ന എങ്ങനെയാണ്, മെഡിക്കൽ ഇത് റിസർച്ച് ടീം തന്നെയുണ്ട്. ഓരോ ന്യൂ മെഡിസിൻസ് വരണമെങ്കിൽ അതിനൊരു റിസർച്ച് ടീമുണ്ട്. അത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ പാല ബേസ്ഡ് ആണ് അല്ലേ, പക്ഷേ ഇപ്പോൾ പാല, കോട്ടയം അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ തന്നെ വെച്ച് ഇങ്ങനെ നിങ്ങളായിട്ടൊരു മരുന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിനിക്കലി അതിൻ്റെ ഒരു ലബോറട്ടറി ചെക്കിങ്ങും കാര്യങ്ങളും റിസർച്ച് ചെയ്യുന്നതും ഇങ്ങനത്തെ കുറേ പ്രോസസ്സും കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് നമ്മൾ പലരിലേക്കും ഇത് നിങ്ങൾ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു ആനിമൽസിൽ ഇതൊന്നും നിങ്ങൾ ഫസ്റ്റ് നോക്കാന്നൊക്കെ. ഇങ്ങനത്തെ കുറേ സ്റ്റെപ്പുകൾ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നമ്മൾ കേൾക്കുന്നത് പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഒരു ഓവർ ദ ഇയേഴ്സ് അവരിതുപോലെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി ക്ലിനിക്കലി അതെല്ലാം ആക്കിയിട്ടാണ് ഒരു മരുന്ന് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യണത്, ഇറക്കണത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ പാല ബേസ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളാണെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സും കാര്യങ്ങളുമെല്ലാം ആ ഒരു ചെറിയ നാട്ടിൽ ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? അത് അത്ര ഈസി ആണെന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് ഹെൽപ്പ് കിട്ടും. നമ്മൾ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെയാണ് നമ്മൾ റിസർച്ച് ചെയ്തത്. അപ്പം നമ്മുടെ തന്നെ ഫാർമസ്യൂട്ടിക്കലി റിസർച്ചുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് കൂടി ചേർന്നാണ് നമ്മുടെ റിസർച്ചുകളൊക്കെ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതുപ്പള്ളി ബയോമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിട്ട് ചെയ്ത് നമ്മൾ അഡ്വാൻസ് ടിഷ്യൂ ലെവലിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് നടക്കുന്നത് എന്നുള്ള അഡ്വാൻസ് റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജനങ്ങൾ എല്ലാവരും നല്ല ബോധമുള്ളവരാണ്. അവരെല്ലാവരും നോക്കുന്നത് ഇതിനെക്കുറിച്ച് എന്തൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അല്ലെ എവിഡൻസ് ബേസ്ഡ് റിസർച്ചുകൾ ഇന്ന് എല്ലാ ഗവൺമെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എവിഡൻസ് ബേസ്ഡ് പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇന്ന് ഡോക്ടേഴ്സ് അംഗീകരിക്കുകയുള്ളൂ, പേഷ്യൻസ് അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത് ചെയ്തെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ലൈസൻസ് കിട്ടുന്നിടം വരെ ഒരു 8 വർഷം നമ്മൾ ഇതിൻ്റെ റിസർച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇത് ആയുർവേദ പേറ്റൻ്റ് ലൈസൻസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടു. പക്ഷേ നമുക്കതിന് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളിൽ നിന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് ഹെൽപ്പ് കിട്ടും. നമുക്ക് അതിനുവേണ്ടി സൗകര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മരുന്നുണ്ടാക്കുന്നതെല്ലാം നിങ്ങളുടെ പാലയിൽ അവിടെ തന്നെയാണോ? നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ലൈസൻസ് ഡയ ഹെർബൽ ഹെൽത്ത് ഫാർമസ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് കമ്പനിയുണ്ട്. അവിടെ നമ്മുടെ മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്.
ഇന്നിപ്പം സോഷ്യൽ മീഡിയ വളരെയധികം എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും എല്ലാവർക്കും ഇത് എൻ്റെ ഒരു അസുഖം ഇന്ന മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ, ഉം. ഓക്കെ ഇത് വേറൊരു ഡോക്ടറെ ഞാൻ പുതിയതായിട്ട് അറിഞ്ഞു. അവിടെ പോയി ഇങ്ങനെ നോക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല പല ആൾക്കാരും പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടും ഒരു സൊല്യൂഷൻ കിട്ടാതെ ഇങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലേ? ഉം. അങ്ങനെയുള്ള ഒരു വ്യക്തിയും ഡയാ ഹീൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങളുടെ പ്രോബ്ലത്തിന് ഞങ്ങളൊരു കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തരും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം നമ്മൾ ഒത്തിരി മെഡിസിൻ യൂസ് ചെയ്തിട്ട് വരുന്ന ഒരാളാണ്. അവർക്ക് സാച്ചുറേഷൻ ഓഫ് കെമിക്കൽ മെഡിസിൻ ആയിരിക്കും മെഡിസിൻ കഴിച്ച് കഴിച്ച്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് നാച്ചുറലാണ്. ആ നാച്ചുറൽ മെഡിസിൻ കിട്ടുമ്പം സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ നമ്മൾ വാസ്കുലർ ഡിസീസിനാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. കിട്ടും. അപ്പം നമുക്ക് വരുന്ന ഒരു കാലും മുറിച്ചിട്ട് വരുന്ന ഒരു പേഷ്യന്റ് അടുത്ത കാലിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുമ്പം അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതേ അവസ്ഥ തന്നെ ഈ കാലിനും വരുമെന്ന്. വരുമോ? അപ്പം നമ്മൾ അവരെ ആദ്യമേ കൗൺസിലിംഗ് ചെയ്ത് നമ്മൾ കേസ് സ്റ്റഡീസ് കാണിക്കും. പോസിറ്റീവായിട്ടൊരു പേഷ്യൻസിൻ്റെ ഹീലായ കേസ് സ്റ്റഡീസ് കാണിച്ച് നമ്മളോട് നമ്മൾ പറയും, നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല, സർക്കുലേഷൻ ഇല്ല എന്നൊരു ചെറിയ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അത് ഞങ്ങൾ കറക്റ്റ് ആക്കി തരാം, അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മെഡിസിനൊക്കെ അവിടെ എത്തും, അപ്പോൾ ആ മുറിവ് കരിയും. അപ്പോൾ ആ കേസ് സ്റ്റഡീസ് കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊരു ഭയങ്കര പോസിറ്റീവ്നെസ് പ്രതീക്ഷ വെക്കുക. അതുവരെ ഇനി ഇതിനൊരു ഓപ്ഷൻ ഇല്ല, മുറിക്കുക മാത്രമേ, അത് മാത്രം അവരെല്ലായിടത്തുനിന്നും കേൾക്കുന്നത്. ആ ഒരു സമയത്ത് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ അവർ കഴിക്കുന്ന എല്ലാ മെഡിസിനും അവിടെ എത്തും. ആ ഒരു ബ്ലോക്ക് മാത്രമേ അവർക്കുള്ളൂ. ആ ബ്ലോക്കാണ് നമ്മൾ മാറ്റുന്നത്. നമ്മൾ അവരോട് പറയുന്ന ആ ഗ്യാരണ്ടിയാ, നമുക്ക് ആ പ്രോബ്ലം മാറ്റി തരാം, അപ്പം അത് റെഡിയാവും. ഓക്കെ. ഈ ഡയാ ഹീൽസ് തുടക്കം തന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് അദ്ദേഹം അച്ഛനും വേണ്ടിയിട്ട് അച്ഛൻ്റെ കാലിൽ ഒരു മുറിവ് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിയുള്ള ഒരു ലോങ് ജേർണിയാണ് ഇന്നിപ്പോൾ ഡയാ ഹീൽസിലേക്ക് വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് പേഷ്യൻസിന് നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് ഒരു സമാധാനം ലൈഫിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വലിയൊരു അംഗീകാരം തന്നെയാണ്. എന്നാലും ഡയാ ഹീൽസ് നേടിയെടുത്തിരിക്കുന്ന മറ്റുള്ള അംഗീകാരങ്ങൾ അതെന്തൊക്കെയായിരിക്കും നമ്മൾ പുറമേയിൽ നിന്നും? നമ്മൾ റിസർച്ചിൻ്റെ ആദ്യകാലം തൊട്ട് തന്നെ പ്രസൻറ്റേഷനുകളിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. നമുക്ക് 8 നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റിന് ഭാഗമായിട്ട് നമ്മളൊരു ജപ്പാനിലൊരു സസ്റ്റൈനബിൾ ഫോർ കപ്പിൾഡ് ഹ്യൂമൻ ആൻഡ് നേച്ചറിലൊരു പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വേൾഡ് ആയുർവേദ കോൺഗ്രസിൽ ബെസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇൻ്റർനാഷണൽ ആയുഷ് കോൺഫറൻസ് ദുബായിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ മാനേജ്മെൻറ്റിൽ നമ്മൾ പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പല നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രസൻറ്റ് ചെയ്യാനും അവാർഡുകൾ കിട്ടാനും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ MG യൂണിവേഴ്സിറ്റി വെച്ച് ഒരു പ്രാവശ്യം പ്രസൻറ്റ് ചെയ്തപ്പം നമ്മുടെ ഒരു കേസ് സ്റ്റഡി കാണുമ്പം ഡോക്ടർ എം എസ് വെല്ലിത്താൻ സാറ് ഞങ്ങളോട് നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും പ്രശ്നമാണെന്ന്. അപ്പം സാറ് പറഞ്ഞു, ഇതിനെ സയൻസ് ആയിട്ടല്ല, ഇതിനെ സ്പിരിച്വലായിട്ട് കാണാം. ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്തൊരു മെയിൽ അയക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു സൈനർജിസ്റ്റിയാണ്. ഡോക്ടർ അലോപ്പതി പഠിച്ച് ആയുർവേദത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ആയുർവേദത്തിൻ്റെ ഒരു സൈനർജിസ്റ്റിയാണ്. ആയുർവേദം പറയുന്നതാണല്ലോ, ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്, സൈനർജിസ്റ്റിയാണ്. ഇതിനെ നിങ്ങൾ സിംഗിൾ കോമ്പൗണ്ടിൻ്റെ പുറകെ പോയി നശിപ്പിച്ചേക്കരുത്, ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്തണം, ഇങ്ങനെ ഒരു സർക്കുലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അവാർഡാണ്. അതെ. ഈ ഡയാ ഹീൽസ് എന്ന് പറയുമ്പോൾ അപ്പം എത്തരത്തിലുള്ള ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറയട്ടെ, കാലുകൾ മുറിക്കേണ്ട ഒരവസ്ഥ വരുന്ന പേഷ്യൻറ്റുകൾ മാത്രമാണോ ഡയാ ഹീൽസിലേക്ക് എത്തേണ്ടത്? അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മുറിവുകൾ വരേണ്ട പേഷ്യൻസ് ആണോ എത്തേണ്ടത്? അതോ വേറെ ഏതെങ്കിലും അസുഖമുള്ളവർക്കും ഡയാ ഹീൽസിലേക്ക് വന്നാൽ ഒരു റെമഡി കിട്ടുമോ? നമ്മൾ ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് രോഗങ്ങൾക്കും, അതായത് സർക്കുലേഷൻ കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രോബ്ലം ഉള്ളത് ഡയബറ്റിക്കാർക്കാണ്. ഡയബറ്റിക് വന്നിട്ട് കാലിൽ മരപ്പോ തരിപ്പോ കാലിന് നിറവ്യത്യാസമോ വരുന്നവർക്ക് വരാം, കാലയിൽ വേരിക്കോസ് വെയിൻ്റെ തടിച്ച് വീർത്ത ഞരമ്പുള്ളവർക്ക് വരാം, നീര് വെക്കുന്നവർക്ക് വരാം, ഡയബറ്റിക് വന്നിട്ട് സ്കിൻ പ്രോബ്ലം ഉള്ളവർക്ക് വരാം, അതുപോലെ കാലിന് ചെറിയ ഷേപ്പ് വ്യത്യാസം വന്നവർക്ക്, അതുപോലെ വേരിക്കോസ് മുറിവോ ഡയബറ്റിക് മുറിവോ, അതുപോലെ ഒരു വിരൽ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അസ്വസ്ഥതകൾ ഉണ്ടായി അവർക്ക് സെക്കൻഡറിക്ക് ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് വരാം. അപ്പം ഈ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രോഗങ്ങളുമായിട്ട് വന്നാൽ സർക്കുലേഷൻ കറക്റ്റാക്കി നമുക്കത് കറക്റ്റാക്കാൻ
കറക്റ്റ് ആക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കാലുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടെങ്കിലാണ് ഡയാ ഹീൽസ് അവിടെ ഒരു റെമഡി കൊടുക്കുന്നുണ്ട്. നമ്മൾ കാലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വെച്ചാൽ ഡയബറ്റിക് ന്യൂറോപ്പതിയും കാലില്ല, വേരിക്കോസും കാലില്ല. അപ്പം കാലുകളിലെ ആരോഗ്യം ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം. അതുകൊണ്ട് നമുക്ക് കാലുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, ഇന്നിപ്പോ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഞാൻ കാണുന്നതാണ്, നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ സെയിം റൂഫിനടിയിൽ ആയുർവേദവും കൊടുക്കുന്നുണ്ട്, അലോപ്പതിയും കൊടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള മരുന്നുകൾക്കുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേക്ക് ചില ഡോക്ടേഴ്സ് വന്നിട്ട് ആയുർവേദം കഴിക്കരുതെന്ന് അലോപ്പതി ഡോക്ടർ പറയുന്നവരും ഉണ്ട്. അലോപ്പതിക് ഡോക്ടേഴ്സ് വന്ന് ആയുർവേദം കഴിക്കരുത്, പിന്നെ ഹോമിയോയ്ക്കും എഗെയിൻസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനും നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി എന്നാൽ ഇത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിപ്പം കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോ ബിഗ് ഹോസ്പിറ്റൽസിൽ ഇതെല്ലാം അണ്ടർ വൺ റൂഫ് വരുന്നത്. എല്ലാം വേണമെന്ന് തന്നെ നിയമമുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും സേഫ് ആയിട്ടും അഫോർഡബിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്നത്, അതിനുവേണ്ടിയാണ് ഈ ഇന്റഗ്രേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാത്ത കുറെ ഡോക്ടർമാരുണ്ട്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും എല്ലാം ഇന്ന് ഇന്റഗ്രേഷനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിനൊപ്പം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മളൊക്കെയാണല്ലോ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതിനെ എല്ലാം ഇന്ന് പ്രൊമോട്ട് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഡയാ ഹീൽസ് ഇത് എല്ലാം ചേർന്ന് തന്നെ ഇതൊരു ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട് തന്നെയാണ് നിങ്ങളുടെ ഇതും, അല്ലേ? അപ്പോൾ ഇപ്പൊ ഇത് കേട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഇതുണ്ടാവും, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണോ? കാരണം നിങ്ങൾ ഇത്രയും ഗ്യാരണ്ടിയും പറയുന്നുണ്ട്, പ്രോബ്ലം എല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ സോൾവ് ചെയ്ത് തരും എന്നുള്ളത്. ആക്ച്വലി ഇത് അഫോർഡബിൾ ആണോ നിങ്ങളുടെ അവിടുത്തെ ട്രീറ്റ്മെന്റ്? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് തുടങ്ങിയത്. വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം വലിയ ഏത് സാധാരണക്കാർക്കും പറ്റുന്ന വലിയ ചിലവേറിയ ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല. നമ്മൾ പറയാറുണ്ട് 1 മാസത്തെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന്. ആ 1 മാസം കൊണ്ട് തന്നെ പേഷ്യൻസിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത് അവർക്കൊരു എക്സ്പെൻസീവ് ആയിട്ട് ഒരിക്കലും തോന്നില്ല. വലിയൊരു എക്സ്പെൻസീവ് അല്ല, കൺസൾട്ടേഷൻ ഒന്നും വല്ല റേറ്റ് ഒന്നുമില്ല, അത്ര എക്സ്പെൻസീവ് അല്ല. നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ സോഷ്യലി യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. സാധാരണക്കാർക്കും സാധിക്കും, അഫോർഡബിൾ ആണ്. ആണ്. ഓക്കെ, ഇനി ഏറ്റവും നിങ്ങളുടെ ഇത്രയും എത്ര വർഷത്തെ ഒരു മൊത്തത്തിൽ ഇപ്പം അദ്ദേഹം ഹസ്ബൻഡായിട്ട് തുടങ്ങി വെച്ച ഒരു സംഭവമാണ്, റിസർച്ചിങ് ആണ്. ഇത് മൊത്തം പറയുകയാണെങ്കിൽ എത്ര വർഷത്തെ ഒരു ജേർണിയാണ് ഡയാ ഹിൽസിന് പറയാനുള്ളത്? നമ്മുടെ ഈ മെഡിസിനിലേക്ക് വന്നിട്ട് ഒരു 20 വർഷമായി. പക്ഷെ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് 30 വർഷം മുമ്പിലത്തെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്. അപ്പം നമ്മൾ 20 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ട് വരുന്നു. ഇപ്പോൾ ഒരു ക്ലിനിക് എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയിട്ട് 2 വർഷമായുള്ളൂ. ആയുർവേദ പേറ്റന്റഡ് ലൈസൻസ് കിട്ടിയിട്ട് ഒരു 10 വർഷം. ഇതിൽ എത്രയോ പേഷ്യൻസിന് നിങ്ങൾക്ക് ഒരു കെയർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഡയാ ഹീൽസ് കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഓർമ്മയുണ്ടോ? ഏത് പേഷ്യൻറ്റിനെ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്ത് ട്രീറ്റ് ചെയ്തത്? നമുക്ക് ഒത്തിരി പേഷ്യൻസും ഒരു കാല് മുറിച്ചിട്ട് വരുന്ന രണ്ടാമത്തെ കാലിൽ പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പേഷ്യൻസ് ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മൾ ചില പേഷ്യൻസ് ഞങ്ങൾക്കൊരു എടത്തോ സൈഡിൽ നിന്നൊരു സാറുണ്ട്. സാറിൻ്റെയൊക്കെ കാല് പോയിട്ട് വിരൽ പോകുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ കാലിൻ്റെ വിരലൊന്നും പോയില്ല, ഹീലായി. ആ സാറൊരു 10-50 പേരെയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെ പോയാലും ഒരു കാല് കെട്ടായിട്ട് ഒരാൾ നിൽക്കുവാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് നമ്പർ കൊടുത്തിട്ട് പറയും നിങ്ങൾ ഇവിടെ പോകണം, നിങ്ങളുടെ കാല്. അപ്പം ആ പുള്ളിക്കാരൻ വന്നില്ലെങ്കിൽ പറഞ്ഞു വിട്ട് ഇങ്ങനെ വിളിച്ചു, ഞാൻ ഒരാളെ പറഞ്ഞു വിട്ടു, അവർ വന്നില്ലേ പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ പറയും സാറേ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പറഞ്ഞു അതല്ല, അവരുടെ കാല് അങ്ങനെ പോകരുത്, എനിക്ക് എൻ്റെ കാല് കിട്ടിയപ്പോൾ എനിക്കത് പറയാനൊരു ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആളെയും കൊണ്ട് വരുന്നു. ഈ ഒരു പേഷ്യൻ്റ് കൊണ്ടുവന്ന വേറൊരാൾ ഇതുപോലെ കാലിൻ്റെ ഒരു വിരൽ പോയതായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ആ ഹീലായി കഴിഞ്ഞ് 2 പേരോട് വന്നു, കേക്കൊക്കെ ആയിട്ട് വന്നു, അവിടെ വന്ന് കേക്കൊക്കെ മുറിച്ചു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ് കൊണ്ടാണ് ഇത്രയും കാലം പേഷ്യൻ്റ് വന്നത്. ഇപ്പം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു സപ്പോർട്ടാണ് ഇത്രയും കാലമുള്ള വളർച്ചയ്ക്ക് കാരണം. ഇനി ഡയാ ഹിൽസിൽ വന്ന് നല്ലൊരു സൊല്യൂഷൻ കിട്ടി വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ബൈറ്റ് എൻ്റെ ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു. ഓക്കെ, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ. കഴിഞ്ഞ 39 വർഷമായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യും. ഏതാണ്ട് എനിക്ക് 29-30 വയസ്സായപ്പോൾ ഡയബറ്റിക് പിടിപെട്ടു. ഏതാണ്ട് 30 വർഷത്തോളമായി ഞാൻ ചെന്നൈയിലെ ഒരു അതിപ്രശസ്ത ആശുപത്രിയുടെ ചികിത്സയിലായിരുന്നു. പക്ഷേ 2013 ആയപ്പോൾ എനിക്ക് ഈ മരുന്നുകളൊന്നും ഫലിക്കാത്ത അവസ്ഥയായി. ഇൻസുലിൻ കാലത്തും വൈകിട്ടുമുണ്ട്, മെറ്റ്ഫോർമിൻ അടങ്ങിയ ഒന്നിലധികം ഗുളികകളുണ്ട്.
ഇത് സാവധാനം ശ്രമിച്ചു നോക്കിയെങ്കിലും ഈ മരുന്നുകളൊന്നും ഫലിക്കാത്ത അവസ്ഥയിൽ എത്തുകയും ഒടുവിൽ 2026 ഫെബ്രുവരി മാസം ഞാൻ ആശുപത്രിയിൽ പോയി 2 ദിവസം അഡ്മിറ്റായി. എന്റെ അസ്വസ്ഥതകളും കാലിലെ വേദനയും കാലിലെ തരിപ്പും കാലിന് സ്പർശനശേഷി നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ പുതിയതായി ഒരു മരുന്ന് നൽകുകയോ എന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയോ ചെയ്യാതെ മൈ ഡേയ്സ് ആർ കൗണ്ടഡ് എന്ന അവസ്ഥയിൽ എന്റെ ഒരു സുഹൃത്ത് അഭിഭാഷകനെ വിളിച്ച് എന്റെ കേസ് കാര്യങ്ങളും മറ്റുമൊക്കെ ഏൽപ്പിക്കണമെന്നും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തിന് ഈ കാര്യങ്ങൾ ആശ്വാസമാവുന്നത് വരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഉണ്ടാവണമെന്നും ഒക്കെ പറഞ്ഞു. ശ്രീ ഹരികുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അന്ന് തന്നെ എന്റെ മറ്റൊരു സുഹൃത്ത് എന്റെ ശബ്ദത്തിലുണ്ടായ ഈ മാറ്റം മനസ്സിലാക്കി പാലായിലെ ഈ ഡയാ ഹെൽത്ത് എന്ന ക്ലിനിക്കിലേക്ക് എന്നെ റെഫർ ചെയ്തു. ഡോക്ടർ ജോബിനും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ സ്വീറ്റിയും നേതൃത്വം കൊടുക്കുന്ന ആ സ്ഥാപനം 2026 ഫെബ്രുവരി 25-ാം തീയതി മുതൽ അവരുടെ മരുന്ന് കൂടി കഴിക്കുവാൻ എന്നെ ഉപദേശിക്കുകയും ഈ കഴിഞ്ഞ 3-4 മാസത്തെ ആ മരുന്ന് കഴിച്ചതിലൂടെ എനിക്ക് 20 വർഷം മുമ്പുള്ള ആരോഗ്യം തിരിച്ചു കിട്ടുകയും എന്റെ 2ാം ജന്മം ഞാൻ ആസ്വദിച്ചു തുടങ്ങുകയുമാണ്. ഈ ഡയാഹയിൽ എന്ന ആശുപത്രിക്കും ഡോക്ടർ ജോബിൻ എന്ന മനുഷ്യസ്നേഹിയായ ഡോക്ടർക്കും അദ്ദേഹത്തിന്റെ പ്രിയതമയ്ക്കും ആ ടീമിലെ മുഴുവൻ അംഗങ്ങൾക്കും എന്റെ 2ാം ജന്മം തന്നതിനുള്ള ആ സൗഭാഗ്യത്തിന്റെ സന്തോഷം മനസ്സിൽ ചാലിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അവരുടെ ഈ ചികിത്സ ലോകത്ത് എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റിക് ന്യൂറോപ്പതിയും ഒക്കെ അനുഭവിക്കുന്ന കോടിക്കണക്കിനായ ആളുകൾക്ക് കണ്ണു തുറക്കുവാനും ജീവിതം ആസ്വദിക്കുവാനും ഒരു അവസരമാവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് റീസെന്റ് ആയിട്ട് വന്ന ഒരു അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ്. അപ്പം ഡോക്ടർ പ്രദീപ് സാറ്, ഡ്രഗ് കൺട്രോളിലായിട്ടൊരു സാറാണ് ഈ ഇങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ പറഞ്ഞു വിടുന്നത്. അപ്പോൾ സാറ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് വന്നത്. കാലിന് സെൻസേഷൻ കുറവാണ്, മരപ്പാണ്, തരിപ്പാണ്, ഷുഗർ ലെവൽ ഭയങ്കര കൂടുതലാണ്. എന്താണേലും എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കര വ്യത്യാസമാണ് സാറിന്. സാർ എത്രയോ പേരെ കൂട്ടിക്കൊണ്ട് ഈ എറണാകുളത്ത് നിന്ന് നമ്മുടെ അടുത്ത് വരുമെന്നറിയോ. അപ്പോൾ സാറിന് ഷുഗർ ലെവൽ താന്നു, എൻ്റെ 2ാം ജന്മമാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷമാണ്. അപ്പോൾ സാറിനെ ഇങ്ങനെ പറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതുപോലെ എത്രയോ പേഷ്യൻസിന്റെ ചിരിച്ച മുഖത്തോടെ അവർ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തൃപ്തി അല്ലേ? എന്നോ ടീച്ചിങ് പ്രൊഫഷൻ വേണ്ട എന്ന് വിചാരിച്ച് വെച്ച് അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങൾ അല്ലേ? അതെ അതെ, ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ, കാരണം മുറിവുകൾ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ. അതൊരു ജലദോഷം പോലെ വന്നാൽ പോലും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ മുറിവുകളായിട്ട് വരുന്ന പേഷ്യൻസിന്റെ മുറിവുകൾ മാറ്റുകയും അവരുടെ മുഖത്ത് വീണ്ടും അവർക്ക് ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ പലർക്കും 2ാം ജന്മം എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട ഒരു വലിയൊരു സൊല്യൂഷൻ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഡയാ ഹീൽസ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒപ്പം ശ്രീ ജോബിൻ, അദ്ദേഹത്തിന്റെ ഒപ്പം ഡോക്ടറും ചേർന്ന് സ്വീറ്റിയും ചേർന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സംരംഭം, ഇതൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒന്നുമല്ല, ഇത് നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് വിഷ് ചെയ്യാണ്. എല്ലാവർക്കും വേണ്ട നല്ല നല്ല സൊല്യൂഷനായിട്ടും സന്തോഷങ്ങളായിട്ടും ഡയാ ഹിൽസിന് എത്താൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഡയാ ഹീൽസ് എന്ന് പറയുമ്പം നമ്മുടെ കാലുകളിൽ ഒരു മുറിവ് വരാൻ വേണ്ടിയിട്ടോ വെരിക്കോസ് വെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താനോ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഇതിൻ്റെ തുടക്കം തന്നെ അല്ലേ, എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ് എന്ന് കാണുമ്പോൾ തന്നെ ഡയാ ഹീൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രോബ്ലവും ഇല്ലാണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാം അല്ലേ? ഓക്കെ, അതിപ്പോ നമുക്ക് അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരുടെയും കാലുകളിൽ എഗെയിൻ ഡയബറ്റിക് എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് വെക്കണ്ട. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു സെന്റർ തന്നെയായിരിക്കും ഡയാ ഹീൽസ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടർ, ഒരുപാട് സന്തോഷം. ഇനിയും വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള സൊല്യൂഷൻ കൊടുക്കാൻ ഡയാ ഹീൽസിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.